അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ വാർഷിക പരീക്ഷയുടെ 4ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നഖ്റഉൽ ഹിക്കായ വനുജീബു അനിൽ അസ്ഇല. ഈ ഹിക്കായ വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നൗഫൽ ദാരിസുൻ ഫിസ്സൊഫിർ റാബിയ. നൗഫൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അൽ യൗം യജ്രി ഫി മദ്രസത്തിഹി അൽ ഇഹ്തിഫാലുസ്സനവി. ഇന്ന് അവൻ്റെ മദ്രസയിൽ വാർഷികം നടക്കുകയാണ്. വസല നൗഫൽ വഅസ്തികാഉഹു ഇലൽ മദ്രസത്തി മുബക്കിറൻ. നൗഫലും അവൻ്റെ കൂട്ടുകാരും മദ്രസയിലേക്ക് നേരത്തെ എത്തി. ഫി മലാബിസിൻ ജദീദ. പുതിയ വസ്ത്രത്തിൽ. ഇജ്തമഅ നാസു ഫി ഫിനാഇൽ മദ്രസ. ആളുകളൊക്കെ മദ്രസയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ബദ അൽ ബർനാമിജ്. അങ്ങനെ പരിപാടി ആരംഭിച്ചു. ഫിസ്സാഅത്തിൽ ആഷിറ സ്വബാഹൻ. രാവിലെ 10 മണിക്ക് തന്നെ പരിപാടി ആരംഭിച്ചു. വഫി വക്തിൽ ഗദാഇ. ഉച്ചഭക്ഷണ സമയത്ത്. വജദ നൗഫൽ കണ്ടു മെഹ്ഫലത്തൻ. ഒരു പേഴ്സ് കണ്ടു. അമാമൽ മസ്രഹി. സ്റ്റേജിൻ്റെ മുമ്പിൽ. അഹദഹ. അവനതെടുത്തു. വ അസ്രാബിയ. അതും കൊണ്ടവൻ പോയി ഇലാ നാദിറൽ മദ്രസ. ഹെഡ് മാസ്റ്ററുടെ അടുത്തേക്ക്. ഹന്നഉൽ മുദരിസൂന അലാ സിദ്ഖിഹി വ അമാനത്തിഹി. അവൻ്റെ സത്യസന്ധതയ്ക്കും വിശ്വസ്തതയും മാനിച്ചുകൊണ്ട് അധ്യാപകരൊക്കെ അവനെ പ്രശംസിച്ചു. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഫി അയ്യി സൊഫിൻ യദ്റുസു നൗഫൽ. നൗഫൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ്? അതെ, ഒന്നാമത്തെ വരിയിൽ തന്നെ നമുക്കതിൻ്റെ ഉത്തരം കാണാം. നൗഫൽ ദാരിസുൻ ഫി സൊഫിർ റാബിയ. നൗഫൽ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഐന ഇജ്തമഅൻ നാസു. എവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂടിയത്? വായിച്ചു നോക്കിയേ. അതെ, ഇജ്തമഅൻ നാസു ഫി ഫിനാഇൽ മദ്രസ. മൂന്നാമത്തെ ചോദ്യം എന്താ? മത്താ ബദ അൽ ബർനാമിജ്. പരിപാടി എപ്പോഴാണ് ആരംഭിച്ചത്? ബദ അൽ ബർനാമജു ഫിസ്സാഅത്തിൽ ആഷിറ സ്വബാഹൻ. ഇനി നുക്കമ്മിൽ പൂരിപ്പിക്കണം. വസല നൗഫൽ ഇലൽ മദ്രസ. നൗഫൽ മദ്രസയിലേക്ക് എത്തി. ഡാഷ്. എപ്പോഴാണ് എത്തിയത്? വസല നൗഫൽ വഅസ്തികാഉഹു ഇലൽ മദ്രസത്തി മുബക്കിറൻ. എപ്പോഴാണ് എത്തിയത്? നേരത്തെ എത്തി. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. വജദ നൗഫൽ. നൗഫൽ കണ്ടു. ഡാഷ് അമാമൽ മസ്രഹി. സ്റ്റേജിൻ്റെ മുമ്പിൽ. അപ്പോൾ സ്റ്റേജിൻ്റെ മുമ്പിൽ എന്താണ് നൗഫൽ കണ്ടത്? വജദ നൗഫൽ മിഹ്ഫലത്ത്. എന്താണ് കണ്ടത്? മിഹ്ഫല. പേഴ്സാണ് കണ്ടത്. അമാമൽ മസ്രഹ്. മസ്രഹിൻ്റെ മുമ്പിൽ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നുക്കമ്മിലുൽ ഹിവാർ. സംഭാഷണം പൂർത്തിയാക്കുക. ബഅദ തനാവുലിൽ ഗദാഇ റഅ നൗഫൽ സദീഖഹു മുഹ്സിനൻ യബ്കി വഹീദ. ഗദാ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം നൗഫൽ അവൻ്റെ കൂട്ടുകാരനായ മുഹ്സിനെ കണ്ടു. യബ്കി വഹീദ. അവൻ ഒറ്റയ്ക്ക് കരയുകയാണ്. അഖ്ബർ നൗഫൽ മുദരിസതഹു. നൗഫൽ അവൻ്റെ ടീച്ചറോട് കാര്യമറിയിച്ചു. ജാഅത്തിൽ മുദരിസ. ടീച്ചർ വന്നു. ഫജറാ ബൈനഹുമാ ഹിവാറുൻ. അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. അപ്പോൾ ടീച്ചറും മുഹ്സിനും തമ്മിലുള്ള സംഭാഷണമാണ് ഇനി നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ടീച്ചർ ചോദിച്ചു, മാ ബിക്കയാ മുഹ്സിൻ. മുഹ്സിനെ, നിനക്കെന്തു പറ്റി? അപ്പോൾ മുഹ്സിൻ മറുപടി പറഞ്ഞത് എന്തായിരിക്കും? ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ നിന്നാണ്. നോക്കൂ. തനാവൽത്ത.
അലമുൻ ഷദീദ്, അൽ മുസ്തഷ്ഫ, അൽ മഷ്റൂബാത്ത്, മത്ത. ഇതിലേതായിരിക്കും അവിടെ നമുക്ക് എഴുതാൻ പറ്റിയ ഉത്തരം? അതെ, അലമുൻ ഷദീദുൻ, കഠിനമായ വേദന. അപ്പോൾ മുഹ്സിൻ എന്തിനാണ് കരഞ്ഞത്? അതെ, കഠിനമായ വേദനയുണ്ടായതുകൊണ്ടാണ് കരഞ്ഞത്. പിന്നെ ടീച്ചർ ചോദിച്ചു ഡാഷ് ബദ. ബദ എന്ന് ചോദിച്ചാൽ ആരംഭിച്ചു എന്നാണ്. അപ്പോഴെന്തായിരിക്കും ടീച്ചർ ചോദിച്ചത്? ഉത്തരം നോക്കൂ. മുഹ്സിൻ പറഞ്ഞ ഉത്തരം എന്താണ്? അൽ ആൻ, ഇപ്പോഴാണ്. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? എപ്പോഴാണ് ആരംഭിച്ചത് എന്നായിരിക്കും അല്ലേ? എപ്പോഴെന്ന വാക്കിന് എന്താണ് പറയുക? നോക്കൂ, അതെ, മത്ത എന്നാണ് പറയുക. മത്ത ബദ. അപ്പോൾ മുഹ്സിൻ പറഞ്ഞു അൽ ആൻ, ഇപ്പോൾ. ഇനി ടീച്ചർ എന്താ ചോദിക്കുന്നത്? ഹൽ ഡാഷ് ഷൈഅൻ ബഅദൽ ഗദാഇ. ഗദാഇന് ശേഷം എന്തെങ്കിലും കഴിച്ചോ എന്നായിരിക്കും ചോദിച്ചത് അല്ലേ? ഹൽ തനാവൽത്ത. എന്താണ് ഉത്തരം? തനാവൽത്ത. ഹൽ തനാവൽത്ത ഷൈഅൻ ബഅദൽ ഗദാഇ. ഉച്ചഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ മുഹ്സിൻ പറഞ്ഞു നഅം ഷരിബ്തുൽ അസീറൽ മുഅബ്ബ. അതെ, പാക്കറ്റ് ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു ലാ തഷ്റബ് മിസ്ല ഹാദിഹി. ലാ തഷ്റബ്, നീ കുടിക്കരുത്. മിസ്ല ഹാദിഹി, ഇതുപോലുള്ള എന്താണ്? അൽ മഷ്റൂബാത്ത്, പാനീയങ്ങൾ നീ കുടിക്കാൻ പാടില്ല. മുഹ്സിൻ പറഞ്ഞു തൊബാൻ യാ സയ്യിദി. അതേ ടീച്ചർ, ഓക്കെ ടീച്ചർ എന്ന് ആര് പറഞ്ഞു? മുഹ്സിൻ പറഞ്ഞു. മുദരിസ, അപ്പോൾ ടീച്ചർ പറഞ്ഞു ലാ ബസ്, വിഷമിക്കണ്ട. നറൂഹു, നമുക്ക് പോകാം. ഇലാ ഡാഷ്, എങ്ങോട്ടാണ് പോവുക? അതെ, ഇലൽ മുസ്തഷ്ഫ, മുസ്തഷ്ഫയിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. നുൻഷിദു വനുക്കമ്മിലു. പാട്ട് പാടണം, എന്നിട്ടത് പൂർത്തിയാക്കണം. ദഖലത്ത് ഹിബ ഫാത്തിമ അൽ മസ്രഹ്. ഹിബ ഫാത്തിമ സ്റ്റേജിലേക്ക് പ്രവേശിച്ചു. വൻഷദത്ത് മൻലൂമൻ അനിൻ നലാഫ. വൃത്തിയെക്കുറിച്ച്, നലാഫത്തിനെ കുറിച്ച് അവളൊരു പാട്ട് പാടി. ഇനി ആ പാട്ട് നമ്മൾ പാടി നോക്കുക, അതിൻ്റെ കൂടെ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കുകയും ചെയ്യുക. ഒന്നാമത്തെ വരി നോക്കൂ. യാ സുമലാഇ, യാ സുമലാഇ തഹ്ഫലു ജിസ്മൻ യാ സുമലാ. നോക്കൂ, യാ സുമലാ അല്ലേ, തുടക്കത്തിൽ വന്നു, അത് തന്നെ പിന്നെയും ആവർത്തിച്ചു വന്നു, പിന്നെ അവസാനത്തിലും ആ യാ സുമലാ തന്നെ വന്നു. ഇതുപോലെ ബാക്കിയുള്ള വരികളൊക്കെ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ ഈ രൂപത്തിൽ പൂരിപ്പിക്കണം. ഇനി രണ്ടാമത്തെ വരി നോക്കൂ. യാ സുമലാഇ, എന്തായിരിക്കും ഇനി അടുത്തത് വരേണ്ടത്? അതെ, ഒന്നാമത്തെ വരിയിൽ ആവർത്തിച്ചതുപോലെ ഇവിടെയും ആവർത്തിക്കണം. യാ സുമലാഇ തഗ്സിലു സൗബൻ യാ സുമലാ. അടുത്ത വരി നോക്കൂ, മൂന്നാമത്തെ വരി. അവിടെ തുടക്കത്തിൽ പൂരിപ്പിക്കാനുണ്ട്, അതിനുശേഷം എന്താണുള്ളത്? യാ അഹ്ബാബി. അപ്പോൾ തുടക്കത്തിൽ എന്തായിരിക്കും? യാ അഹ്ബാബി തന്നെയാണ്. യാ അഹ്ബാബി, യാ അഹ്ബാബി നഅ്കുലു ഹസനൻ യാ അഹ്ബാബ്. നാലാമത്തെ വരി നോക്കൂ. യാ അഹ്ബാബി, യാ അഹ്ബാബി നത്തുറുദു മർലൻ ഡാഷ്. എന്തായിരിക്കും? അതെ, യാ അഹ്ബാബ് എന്നായിരിക്കും. അടുത്ത് നോക്കൂ, തുടക്കത്തിലില്ല. യാ ഇഹ്വാനി. എന്തായിരിക്കും തുടക്കത്തിൽ വേണ്ടത്? അതെ, യാ ഇഹ്വാനി. നക്നിസു കദറൻ യാ ഇഹ്വാൻ, യാ ഇഹ്വാനി, യാ ഇഹ്വാനി നഹ്മി അൽബിഅത്ത. തുടക്കത്തിൽ എന്താണ്? യാ ഇഹ്വാൻ. ഇങ്ങനെ നമുക്ക് ഈ കവിത വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ചോദ്യം 4. നഖ്താറു വ നക്തുബു. ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. സാറ നൗഫൽ അൽ മഗ്റല. നൗഫൽ ഒരു എക്സിബിഷൻ സന്ദർശിച്ചു. ബി മുനാസബത്തിൽ ഇഹ്തിഫാൽ, പരിപാടിയുടെ ഭാഗമായുള്ള. മാഹു അസ്തികാഹു, അവൻ്റെ കൂടെ അവൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. റഔ ബാല സുവർ, അവർ ചില ചിത്രങ്ങൾ അവിടെ കണ്ടു.
നുലാഹിൽ സുവറ, നമുക്ക് ആ ചിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. വനഖ്താറുൽ ജുമലൽ മുനാസിബ മിനൽ ഖാന, താഴെയുള്ള കോളത്തിലുള്ള അതിന് പറ്റിയ വാചകങ്ങൾ കണ്ടെത്തി അവിടെ എഴുതി കൊടുക്കാം. നോക്കൂ, എന്താണ് കോളത്തിലുള്ളത്, താഴെയുള്ളത് നോക്കൂ. യഫ്ഹസു ത്വബീബു അൽ മരീള, ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. യുസായിദുൽ വലതു അൽ ഹരിമ, കുട്ടി ഒരു വൃദ്ധനെ സഹായിക്കുന്നു. യഖൂമുൽ വാലിദു അമാമ സ്വൈദലിയ, ഉപ്പ സ്വൈദലിയത്തിൻ്റെ ഫാർമസിയുടെ മുമ്പിൽ നിൽക്കുന്നു. യഖൂമു ഷുർത്തിയു വസ്തശാരിയ, പോലീസ് റോഡിൻ്റെ നടുവിൽ നിൽക്കുന്നു. യഖിഫുൽ കിതാറു ഫിൽ മഹ്ത, ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കുന്നു. യൽ അബുൽ വലതു അൽ ഖുറത്ത്, കുട്ടി ബോള് കളിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിന് താഴെ അവിടെ എഴുതിയിട്ടുണ്ട് യൽ അബുൽ വലതു അൽ ഖുറത്ത. രണ്ടാമത്തെ ചിത്രം നോക്കൂ, എന്താണ് ചിത്രത്തിലുള്ളത്? അതെ, ഒരു കിത്താർ നിർത്തിയിട്ടുണ്ട് അല്ലേ? അതെവിടെയാണ്? മഹത്തത്തുൽ കിത്താറാണ്, റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിന് പറ്റിയ വാചകം ഏതാണ് താഴെയുള്ളതിൽ നിന്ന്? കണ്ടുപിടിക്കൂ. യഖിഫുൽ കിത്താറു ഫിൽ മഹത്ത എന്നതാണ്. ഇനി അടുത്തതാരാണ്? ഷുർത്തിയാണ്. അതിന് പറ്റിയ വാചകം ഏതാ? യഖൂമു ഷുർത്തിയു വസ്തശാരിയ, അതെ, റോട്ടിൽ ഷുർത്തിയ നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ അടുത്ത ചിത്രം ഏതാ? നാലാമത്തെ ചിത്രം ഏതാ? ഒരു കുട്ടി ഒരു ഹരിമിനെ സഹായിക്കുകയാണല്ലേ, കൊട കൊടുത്ത് സഹായിക്കുകയാണ്. യുസായിദുൽ വലതു അൽ ഹരിമ. അടുത്ത ചിത്രം എന്താണ്? അതെ, സ്വൈദലിയത്തിൻ്റെ ചിത്രമാണ്. യഖൂമുൽ വാലിദു അമാമ സ്വൈദലിയ. അടുത്തതാരാണ്? ത്വബീബാണല്ലേ. ത്വബീബ് എന്ത് ചെയ്യുന്നു? ഒരു മരീളിനെ പരിശോധിക്കുന്നു. യഫ്ഹസു ത്വബീബു അൽ മരീള. അപ്പോൾ ശരിയായ ഉത്തരം കണ്ടെത്തി ആ ചിത്രത്തിൻ്റെ താഴെ എഴുതുവാനാണ് ഈ ഒരു ചോദ്യമുള്ളത്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. വഫിൽ മസായി റജ നൗഫൽ ഇലാ ബൈത്തിഹി, വൈകുന്നേരം നൗഫൽ വീട്ടിലേക്ക് മടങ്ങി. മാൽ ഫറഹ്, സന്തോഷത്തോടു കൂടിയാണ് മടങ്ങിയത്. ബാദ തനാവുൽ അഷായി, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം, കഴിച്ചതിന് ശേഷം, ബദ യക്തുബു വറക്കത്തുൽ അമൽ, അവനവൻ്റെ വർക്ക്ഷീറ്റ് എഴുതാൻ തുടങ്ങി. നുസായിദുഹു ഫി തഹ്ലീലി ലോബത്തുൽ കലിമാത്ത്, അവൻ ആ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ നമുക്കവനെ സഹായിക്കാം. നോക്കൂ, ഇവിടെ കുറേ അക്ഷരങ്ങൾ എഴുതിയ ഒരു ചാർട്ട് നമുക്ക് കാണാം. അതിൽ നിന്ന് താഴെയുള്ള വസ്തുക്കളുടെ പേരുകൾ നമ്മൾ കണ്ടെത്തണം. നോക്കൂ, മുസല്ലസ് കണ്ടോ, അവിടെ വട്ടമിട്ടിട്ടുണ്ട്, മുസല്ലസ് അല്ലേ. അതുപോലെ രണ്ടാമത്തെ വസ്തു ഏതാണ്? മർഹമാണ് അല്ലേ. എവിടെയാണ് മർഹമുള്ളത്? നമ്മളൊന്ന് തിരഞ്ഞു നോക്കൂ. അതാ അവിടെ ഉണ്ടല്ലേ, മർഹം. അതിന് നമ്മളൊരു വട്ടം ഇട്ട് കൊടുക്കാം. അടുത്തത് നോക്കൂ, ആരാണ്? ബബ്ഗ ആണ്. ആര്? ബബ്ഗ. എവിടെയാണ് ബബ്ഗ ഉള്ളത്? ബബ്ഗിൻ്റെ അക്ഷരങ്ങൾ എവിടെയാണുള്ളത്? നോക്കൂ, ഈ സൈഡിലുണ്ടല്ലേ, ബബ്ഗ ഉൻ. അതതിന് വട്ടമിട്ടു താഴെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? യഅ്സൂബാണ്. എവിടെയാണ് യഅ്സൂബ് എന്ന് എഴുതിയിട്ടുള്ളത്? നോക്കൂ, കണ്ടുപിടിച്ചോ? രണ്ടാമത്തെ ലൈനിലുണ്ടല്ലേ, യഅ്സൂബുൻ. അതിനും നമ്മൾ വട്ടമിട്ട് കൊടുത്തു, എന്നിട്ടത് താഴെ എഴുതി. ഇനി അടുത്ത സാധനം എന്താ? അതിൻ്റെ പേരെന്താ? പറയൂ എല്ലാവരും. മിസ്ത്വറ. എന്താണ്? മിസ്ത്വറ. മിസ്ത്വറ കണ്ടോ? എവിടെയാണ് മിസ്ത്വറ എന്നുള്ളത്? എല്ലായിടത്തും നോക്കൂ. മീം എവിടെയുള്ളത് നോക്കൂ. മീം ഉള്ളിടത്തൊക്കെ മീമിൻ്റെ അടുത്ത് സീൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. മിസ്തറ കണ്ടു അല്ലേ? മിസ്തറ നമുക്ക് കിട്ടി.
ഇനി അടുത്തത് എന്താണ്? ആ, മരുന്നാണ്, ഷറാബാണ് അല്ലേ? എവിടെയാ ഷറാബ് എന്ന് എഴുതിയിട്ടുള്ളത്? നോക്കൂ, ഷീൻ എന്ന അക്ഷരം എവിടെയാണുള്ളത്? ആ, ഇവിടെയുണ്ട് ഷീന്, നടുവിലുണ്ടല്ലേ. അതിൻ്റെ താഴോട്ട് നോക്കൂ, ഷ റോ അല്ലേ, അലിഫ് ബ, ഷറാബ്. അത് നമുക്ക് കിട്ടി. അതും വട്ടമെടുത്ത് ഇട്ട് കൊടുത്തു, താഴെ അതിൻ്റെ പേരെഴുതിയും ചെയ്തു. ഇത്രയും ചെയ്താൽ ആ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. വബഅദ കിതാബത്തിഹി, അവൻ്റെ എഴുത്തിന് ശേഷം സാഅദ നൗഫൽ ഉഖ്തഹു, അവൻ്റെ സഹോദരിയെ നൗഫൽ സഹായിച്ചു. അല തമീസിൽ കലിമാത്തി മുഫ്രദൻ വ ജംഅൻ, മുഫ്രദും ഏകവചനവും ബഹുവചനവും വേർതിരിക്കാനാണ് അവൻ സഹായിച്ചത്. നോക്കൂ, എന്താണ് അവിടെ എഴുതേണ്ടത്? അവിടെ ബലൂണുകൾ പിടിച്ചൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ ബലൂണുകളിലൊക്കെ ഓരോ പേരുകൾ എഴുതിയിട്ടുണ്ടല്ലേ. ഔറാഖുൻ, സഗീറുൻ, ഹുസ്നുൻ അല്ലേ, അങ്ങനെ കുറേ പേരുകളുണ്ട്. അതിൽ ചില വാക്കുകൾ ബഹുവചനങ്ങളാണ്, കുറേ എണ്ണത്തെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചില വാക്കുകൾ ഏകവചനമാണ്. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ പറയാനുള്ളത് അല്ലേ. അപ്പോൾ ഏകവചനങ്ങളും ബഹുവചനങ്ങളും ആ ബലൂണുകളിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഏകവചനങ്ങളെ മുഫ്രദാത്ത് എന്നുള്ള ഈ കോളത്തിൽ എഴുതി ചേർക്കണം. ജുമു എന്നുള്ള കോളത്തിൽ ബഹുവചനങ്ങളെയും എഴുതി ചേർക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് എന്താണ്? ഔറാഖുൻ. ഔറാഖുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകൾ എന്നാണ് അല്ലേ. അതിൻ്റെ ഏകവചനം എന്താ? വറക്കുൻ. വറക്കുൻ ജംഅ ഔറാഖുൻ. അപ്പോൾ അതെവിടെ എവിടെ എഴുതണം? ജുമു എന്ന സ്ഥലത്ത് എഴുതണം, ഔറാഖുൻ. അടുത്തത് നോക്കൂ, സഗീറുൻ അല്ലേ, ചെറിയത് എന്നാണ്. ചെറിയത് എന്നുള്ളത് ഏകവചനമാണോ ബഹുവചനമാണോ? സഗീർ, ചെറിയവൻ എന്ന് പറയുമ്പോൾ മുഫ്രദാണത്. ഹുസ്നുൻ. എന്താ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സങ്കടം അല്ലേ. ഹുസ്ൻ ജംഅ അഹ്സാനുൻ. ഹുസ്ൻ എന്നുള്ളത് മുഫ്രദാണ്, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കോളത്തിൽ എഴുതി. അടുത്ത് നോക്കൂ, മജല്ലാത്താണ്. മജല്ലത്തുൻ ജംഅ മജല്ലാത്തുൻ. മജല്ലാത്ത് മാഗസിനുകൾ. അപ്പോൾ മജല്ലാത്ത് എന്നുള്ളത് ബഹുവചനമാണ്, ജുമു ആണ്, ജംഅ ആണ്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതി. സഹറുൻ. എന്താണ് സഹർ? പൂവാണല്ലേ. അസ്ഹാർ എന്നാണല്ലേ അതിൻ്റെ ബഹുവചനം. അപ്പോൾ സഹർ മുഫ്രദാണ്, ആദ്യത്തെ കോളത്തിൽ എഴുതാം. ഇനിയോ ഷജറത്തുൻ, നമുക്കറിയാം മരം. ഷജറത്ത് മുഫ്രദാണ്. ഔലാദുൻ, വലതിൻ്റെ ജംഅ ആണ് ഔലാദുൻ. വലതുൻ എന്ന് പറഞ്ഞാൽ കുട്ടി, ഔലാദ് കുട്ടികൾ. ഔലാദ് എവിടെയാണ് എഴുതേണ്ടത്? രണ്ടാമത്തെ കോളത്തിലാണ്, ജുമുവിൻ്റെ കൂട്ടത്തിലാണ്. ഷവാരിയോൻ. ഷാരിയോൻ ജംഅ ഷവാരിയോൻ, അതും ജംഅ ആണ്. റസായിൽ. റിസാല ജംഅ റസായിൽ, അതും രണ്ടാമത്തെ കോളത്തിലാണ്. മദ്രസ സ്കൂൾ. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂൾ, അത് ഒന്നിനെ പറയുന്നതാണല്ലേ മദ്രസ. അപ്പോൾ അത് മുഫ്രദാണ്. അങ്ങനെ ഇത് ഏകവചനങ്ങളും ബഹുവചനങ്ങളുമൊക്കെ വേർതിരിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കാനുള്ളത്. എല്ലാവരും പരീക്ഷയ്ക്കായി നന്നായി പഠിക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ ധാരാളമായി ചെയ്തു നോക്കുക. നന്നായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.